സർഗാത്മകതയുടെയും വിശ്വാസ്യതയുടെയും ഒത്തുചേരലിന്റെയും പ്രതീകമായി നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരവസരത്തിലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള അഥവാ അതിന്റെ പരസ്യം കണ്ട് ചിരിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നം, അത് ഫെവിക്കോളാണ്. ഒരു സാധാരണ പശയിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നായി ഫെവിക്കോൾ വളർന്നത് എങ്ങനെയാണ്? ഈ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും അവരുടെ വളർച്ചയെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഫെവിക്കോളിന്റെ കഥ തുടങ്ങുന്നത് ഒരു ആവശ്യത്തിൽ നിന്നാണ്. 1959 ബൽവന്ത്രൈ കല്യാൺജി പരേഖ് എന്ന സംരംഭകൻ മരപ്പണിക്കാരുടെ ജോലി എളുപ്പമാക്കാനുള്ള ഒരു വഴിയെക്കുറിച്ച് ചിന്തിച്ചു. അക്കാലത്ത് മരപ്പണിക്കാർ ഉപയോഗിച്ചിരുന്ന പശ മൃഗങ്ങളുടെ കൊളാജനും കൊഴുപ്പും ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരുന്നു. ഇത് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇതിന് ദുർഗന്ധമുണ്ടായിരുന്നതുകൊണ്ടും ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും തൊഴിലാളികൾ ബുദ്ധിമുട്ടിയിരുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് പരേഖ് സിന്തറ്റിക് പശ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അനായാസം ഉപയോഗിക്കാവുന്നതും ദുർഗന്ധമില്ലാത്തതും ശക്തമായി ഒട്ടുന്നതുമായ ഈ പശയ്ക്ക് അദ്ദേഹം ഫെവിക്കോൾ എന്ന് പേരിട്ടു. തുടക്കത്തിൽ പരമ്പരാഗതമായി പശ വിറ്റിരുന്ന ഹാർഡ്വെയർ കടകളെയോ മറ്റ് ചില്ലറ വ്യാപാരികളെയോ ആശ്രയിക്കുന്നതിന് പകരം പരേഖ് നേരിട്ട് മരപ്പണിക്കാരെ സമീപിച്ചു. തന്റെ പുതിയ പശയുടെ ഗുണങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി. ഈ നേരിട്ടുള്ള വിപണന തന്ത്രം ഫെവിക്കോളിന്റെ വളർച്ചയിൽ നിർണായകമായി. മരപ്പണിക്കാർക്ക് ഇത് തങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവർ ഫെവിക്കോളിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. 1963 മുംബൈയിലെ കോണ്ടിവിറ്റ ഗ്രാമത്തിൽ ഫെവിക്കോളിന്റെ ആദ്യത്തെ നിർമ്മാണശാല ആരംഭിച്ചു. ഈ സ്ഥലം പിന്നീട് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന ഫെവിക്കോളിന്റെ മാതൃ കമ്പനിയുടെ ആസ്ഥാനമായി മാറി. ഈ പുതിയ സമീപനം ഫെവിക്കോളിന് മരപ്പണിക്കാരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. വൈറ്റ് ഗ്ലൂ എന്നതിന് പകരമായി ഫെവിക്കോൾ എന്ന പേര് ഒരു പൊതുവായ വാക്കായി മാറി. 1970കളിൽ ഫെവിക്കോൾ ചെറിയ ട്യൂബുകളിലാക്കി വിപണിയിലെത്തിച്ചു. ഇത് കുട്ടികൾക്കും വീടുകളിലെ ചെറിയ ആവശ്യങ്ങൾക്കും ഏറെ സഹായകമായി. ഫെവിക്കോൾ ഒരു ബ്രാൻഡ് എന്നതിലുപരി ഒരു നിത്യോപയോഗ വസ്തുവായി മാറിയതിന്റെ തുടക്കമായിരുന്നു ഇത്. ഫെവിക്കോളിനെ ഒരു ജനപ്രിയ ബ്രാൻഡാക്കി മാറ്റിയത് അതിന്റെ സർഗാത്മകവും നർമ്മം നിറഞ്ഞതുമായ പരസ്യങ്ങളാണ്. യേ ഫെവിക്കോൾ കാ ജോഡ് ഹേ ടൂട്ടേഗാ നഹി ഒരു ബ്രാൻഡിന്റെ ഗുണമേന്മയെക്കുറിച്ച് പറഞ്ഞതിനൊപ്പം ആളുകളുടെ മനസ്സിൽ ചിരിയും വിരിയിച്ചു. ഫെവിക്കോൾ പരസ്യങ്ങൾ എന്നും വ്യത്യസ്തമായിരുന്നു. ട്രെയിൻ യാത്രക്കാരുടെ പരസ്യം ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ തിരക്കുള്ള സമയങ്ങളിൽ ട്രെയിനുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്നത് കാണാം. ഈ കാഴ്ചയെ ഫെവിക്കോൾ തങ്ങളുടെ പശയുടെ ഉറപ്പിനോട് ഉപമിച്ചു. ഫെവിക്കോൾ പരസ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് മുട്ടക്കോഴിയുടെ പരസ്യം. ഒരു കോഴി ഫെവിക്കോൾ ബക്കറ്റിൽ നിന്ന് ധാന്യം കൊത്തി തിന്നുന്നതും പിന്നീട് ആ കോഴി ഇടുന്ന മുട്ടകൾക്ക് ഫെവിക്കോളിന്റെ ഉറപ്പ് കിട്ടുന്നതുമായ ഈ പരസ്യം ഫെവിക്കോൾ ഉൽപ്പന്നത്തിന്റെ ശക്തി ഹ്യൂമറിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. കാലം മാറുന്നതിനനുസരിച്ച് ഫെവിക്കോളിന്റെ പരസ്യങ്ങളിലും മാറ്റമുണ്ടായി. കാലങ്ങളോളം കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്ന ഒരു സോഫയുടെ കഥ പറയുന്ന പരസ്യം ഇതിന് ഉദാഹരണമാണ്. ഇതിലൂടെ ഫെവിക്കോളിന്റെ ഉറപ്പ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. ഈ പരസ്യം നൊസ്റ്റാൾജിയയുടെയും വൈകാരികമായ ബന്ധത്തിന്റെയും ഒരു പുതിയ തലം സൃഷ്ടിച്ചു. ഫെവിക്കോൾ അതിന്റെ ഉപഭോക്താക്കളെ വെറും ഉപഭോക്താക്കളായി കണ്ടില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ഭാഗമായി കണ്ടു. മരപ്പണിക്കാർക്കായി തുടങ്ങിയ ഫെവിക്കോൾ ചാമ്പ്യൻസ് ക്ലബ് ഇതിനൊരു ഉദാഹരണമാണ്. ഈ ക്ലബ് മരപ്പണിക്കാർക്ക് അവരുടെ തൊഴിൽപരമായ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള പരിശീലനം നൽകി. കൂടാതെ സാമൂഹികമായി ഒത്തുചേരാനും സമ്മാനങ്ങൾ നേടാനുമുള്ള ഒരു വേദി ഒരുക്കി. ഫെവിക്കോളിന്റെ യാത്ര വെറും വിജയങ്ങളുടെ മാത്രം കഥയായിരുന്നില്ല. അവർക്ക് ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. ഫെവിക്കോളിന്റെ ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്നായിരുന്നു വ്യാജ ഉൽപ്പന്നങ്ങളുടെ വ്യാപനം. ഫെവിക്കോളിന്റെ പേരും പ്രശസ്തിയും മുതലെടുത്ത് പല വ്യാജ നിർമ്മാതാക്കളും അതേ പേരോടെ അല്ലെങ്കിൽ സമാനമായ പേരുകളോടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിച്ചു. ഇത് ബ്രാൻഡിന്റെ വിശ്വാസ്യതയെയും സാമ്പത്തിക ഭാവിയെയും ദോഷകരമായി ബാധിച്ചു. ഈ പ്രശ്നം നേരിടാൻ കമ്പനി നിയമപരമായ നടപടികളും പാക്കേജിംഗിൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. തുടക്കത്തിൽ ഫെവിക്കോളിന് വലിയ എതിരാളികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫെവിക്കോളിന്റെ വിജയം കണ്ട് നിരവധി കമ്പനികൾ ഇതേ ഉൽപ്പന്നങ്ങളുമായി വിപണിയിലെത്തി. പ്രാദേശിക കമ്പനികൾ മുതൽ ആഗോള ബ്രാൻഡുകൾ വരെ ഫെവിക്കോളിന് വെല്ലുവിളി ഉയർത്തി. ഈ മത്സരം കാരണം പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും നിലവാരം നിലനിർത്താനും നിർബന്ധിതരായി. മറ്റേതൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയെയും പോലെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിനും ചില നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവയിൽ പലതും ബ്രാൻഡിന്റെ പേരും ഡിസൈനും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളായ ഫെവിക്കോൾ, ഡോക്ടർ ഫിക്സിറ്റ്, ഫെവിക്വിക്ക്, എംസീൽ തുടങ്ങിയവയുടെ പേരുകളും പാക്കേജിങ്ങും മറ്റ് കമ്പനികൾ അനുകരിക്കാതിരിക്കാൻ നിരന്തരം നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു.
ഉദാഹരണത്തിന് ഡ്യൂബോൺ പ്രോഡക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഡോക്ടർ ഫിക്സിറ്റ് എന്ന തങ്ങളുടെ പ്രമുഖ ബ്രാൻഡിന്റെ LW+ എന്നീ പേരുകളും പാക്കേജിംഗും അനുകരിക്കുന്നു എന്ന് ആരോപിച്ച് പിഡിലൈറ്റ് ബോംബെ ഹൈക്കോടതിയിൽ കേസ് നൽകി. ഡ്യൂബോണ്ട് ഉൽപ്പന്നങ്ങളുടെ പാക്കേജിംഗിൽ ഫെവിക്കോളിന്റെ ഡോക്ടർ ഫിക്സിറ്റ് ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ നീലയും മഞ്ഞയും നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. കൂടാതെ പരസ്പരം സാമ്യമുള്ള LW+ എന്നീ പേരുകളും ഉപയോഗിച്ചു. ഈ കേസിൽ കോടതി പിഡിലൈറ്റിന് അനുകൂലമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത്തരത്തിൽ ആസ്ട്രൽ ലിമിറ്റഡ് എന്ന കമ്പനി തങ്ങളുടെ എംസീൽ PVCയിൽ ഉൽപ്പന്നത്തിന്റെ കണ്ടെയ്നറുകളുടെ ഡിസൈൻ കോപ്പിയടിച്ചു എന്നാരോപിച്ച് പിഡിലൈറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിലും പിഡിലൈറ്റിന് അനുകൂലമായ വിധി വന്നു. ഫെവിക്വിക് എന്ന ഉൽപ്പന്നത്തിന്റെ പോമ എക്സ് ക്വിക്ക് ഹീൽ എന്ന വ്യാപാര മുദ്രയുമായി സാമ്യമുള്ള പേരുകളുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള നിയമ പോരാട്ടങ്ങളും നടന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് തങ്ങളുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ഫെവിക്കോൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതിനാണ്. ഫെവിക്കോളിന് സമീപകാലത്ത് ഒരു പരസ്യത്തിന്റെ പേരിൽ ഒരു വിവാദം നേരിടേണ്ടി വന്നു. മുംബൈയിലെ തിരക്കേറിയ ലോക്കൽ ട്രെയിനുകളിലെ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു പഴയ ചിത്രം ഉപയോഗിച്ച് ഫെവിക്കോൾ കാ ജോഡ് എന്നൊരു പരസ്യം ബിൽ ബോർഡിൽ പ്രദർശിപ്പിച്ചു. ഈ പരസ്യം ഇന്ത്യൻ റെയിൽവേയുടെ പുരോഗതിയെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാരോപിച്ച് വെസ്റ്റേൺ റെയിൽവേ അധികൃതർ പ്രതിഷേധിച്ചു. കൂടാതെ പരസ്യം പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. വെസ്റ്റേൺ റെയിൽവേയുടെ അഭിപ്രായത്തിൽ ഈ പരസ്യം ട്രെയിനുകളിലെ തിക്കും തിരക്കും ഇപ്പോഴുമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും റെയിൽവേയുടെ നവീകരണത്തെ ഇകഴ്ത്തുന്നതാണെന്നും വാദിച്ചു. എയർ കണ്ടീഷൻ ചെയ്ത പുതിയ ട്രെയിനുകളും പുതിയ സാങ്കേതിക വിദ്യകളും വന്നിട്ടും പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ച് പരസ്യം ചെയ്യുന്നത് റെയിൽവേയെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നും അവർ ആരോപിച്ചു. ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. ചിലർ റെയിൽവേയുടെ വാദങ്ങളെ പിന്തുണച്ചപ്പോൾ മറ്റ് ചിലർ ഇപ്പോഴും ട്രെയിനുകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആ പരസ്യം പിൻവലിക്കുകയും ചെയ്തു. ഫെവിക്കോളിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അതിന്റെ വേഗത്തിലുള്ള പ്രതികരണത്തിനും പേരുകേട്ടതാണ്. ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ പത്രസമ്മേളനത്തിൽ കൊക്കക്കോളയുടെ ബോട്ടിലുകൾ മാറ്റിവെച്ച് വെള്ളം കുടിക്കാൻ ആഹ്വാനം ചെയ്ത സംഭവം ലോകശ്രദ്ധ നേടിയിരുന്നു. ഈ സംഭവത്തെ ഒരു മാർക്കറ്റിംഗ് അവസരമായി കണ്ട് ഫെവിക്കോൾ ഒരു പരസ്യം പുറത്തിറക്കി. നാ ബോട്ടിൽ ഹടേഗി, നാ വാല്യുവേഷൻ ഘടേഗി, കുപ്പി മാറ്റില്ല, മൂല്യവും കുറയില്ല എന്ന അടിക്കുറിപ്പോടെ ഫെവിക്കോൾ ബോട്ടിലുകൾ വെച്ചുള്ള ഒരു പരസ്യം അവർ പോസ്റ്റ് ചെയ്തു. ഈ പരസ്യം വൈറലാവുകയും ഫെവിക്കോളിന്റെ ക്രിയാത്മകതയ്ക്ക് വലിയ കയ്യടി നേടുകയും ചെയ്തു. ഇന്ത്യൻ വിപണിയിൽ ഫെവിക്കോളിന്റെ വിജയം ഒരു മികച്ച ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, അതിനുമപ്പുറം ഉപഭോക്താക്കളുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കുക എന്നതുകൂടിയാണ്. അവർ നേരിട്ട വെല്ലുവിളികളും നിയമപരമായ പ്രശ്നങ്ങളും അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയില്ല, മറിച്ച് ബ്രാൻഡിന്റെ ഐഡന്റിറ്റി കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. ഇന്ന് ഫെവിക്കോൾ വെറും ഒരു പശ മാത്രമല്ല, അത് ഒരുമയുടെയും വിശ്വാസത്തിന്റെയും ഊർജത്തിന്റെയും പ്രതീകമാണ്. ഓരോ വീടിന്റെയും ഓരോ മരപ്പണിക്കാരന്റെയും ഓരോ കുട്ടിയുടെയും ഹൃദയത്തിൽ ഫെവിക്കോൾ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.